യേശുമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റോസറി ബാങ്കിൽ ഒരു അക്കൗണ്ട് കൂടി നിക്ഷേപം കൂട്ടുന്നതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങളിലേറെ പേരും അത് കണ്ടിരുന്നു അല്ലേ? അപ്പം അന്ന് ആ വീഡിയോ ചെയ്തപ്പോൾ ഒരു കുട്ടി എന്നോട് ചോദിച്ചിരുന്നു. ആ വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ടൊരു കുട്ടി എഴുതിയിട്ടിരുന്നായിരുന്നു, അനുദിനമുള്ള എൻ്റെ പ്രാർത്ഥനകൾ എന്തൊക്കെയാണ്, എൻ്റെ പ്രെയർ ലൈഫ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ എന്ന്. ഞാനന്ന് ആ കമൻറ്റ് വായിച്ചു പോയെങ്കിലും പിന്നീട് ഞാനത് വിട്ടുപോയായിരുന്നു. അപ്പോൾ ആ കൊച്ച് കഴിഞ്ഞ ദിവസം വീണ്ടും എനിക്ക് മെസ്സേജ് അയച്ചു, എല്ലാ ദിവസവും ചേച്ചി എന്തൊക്കെ പ്രാർത്ഥനകളാണ് ചൊല്ലുന്നതെന്ന് ഒന്ന് ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ച്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അതേക്കുറിച്ച് ഈ വീഡിയോയിൽ പറയാമെന്ന്. രാവിലെ ഉണർന്നാൽ ആദ്യം കുറച്ച് സമയം യൂട്യൂബിൽ ലൈവ് അഡോറേഷൻ കൂടും. ഒരു സൈലൻ്റ് അഡോറേഷനാണ്. ഈശോയെ കുറച്ചു നേരം മൗനമായി ആരാധിക്കും. അന്നത്തെ കാര്യങ്ങളൊക്കെ ഈശോയെ ഭരമേൽപ്പിക്കും. അതിനുശേഷം മാതാവിൻ്റെ രക്തക്കണ്ണീർ ജപമാല ചൊല്ലും. പിന്നെ ഈശോയുടെ തിരുമുഖ ജപമാലയും ചൊല്ലും. ഈ 2 ജപമാലയിലും ഞാൻ നിയോഗങ്ങൾ വെക്കുന്നത് എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്ന ഓരോരുത്തർക്കും വേണ്ടിയാണ്. പലപ്പോഴും നിങ്ങളുടെ പലരുടെയും നിയോഗങ്ങൾ ഞാൻ ഈ ജപമാലയിൽ ചേർത്ത് വെച്ച് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അതിനുശേഷമാണ് ഒരു ദിവസത്തെ എൻ്റെ ജോലി തുടങ്ങുന്നത്. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഞാൻ അന്നത്തെ ആ ദിവസം ആരംഭിക്കാറുള്ളൂ. പിന്നെ കിച്ചണിൽ കുക്കിങ്ങിനൊക്കെ ഇടയിൽ ഞാൻ ജപമാലയാണ് ചൊല്ലാറുള്ളത്. ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ്, ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതെങ്ങനെയാണ് കുക്ക് ചെയ്തുകൊണ്ട് ജപമാല എണ്ണം തെറ്റാതെയൊക്കെ ജപമാല ചൊല്ലുന്നതെന്ന് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നിയിട്ടുണ്ടാകാം. അത് പറഞ്ഞു തരാം കേട്ടോ. രഹസ്യങ്ങളൊക്കെ ചൊല്ലിയതിന് ശേഷം ഓരോ നന്മ നിറഞ്ഞ മറിയത്തിനു മുമ്പ് 1 വൃന്ദം മാലാഖമാരോട് ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങനെ ചൊല്ലും. പരിശുദ്ധ മറിയവും ചൊല്ലും. അടുത്തത് 2 വൃന്ദം മാലാഖമാരോട് ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി, 3 വൃന്ദം മാലാഖമാരോട് ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊന്ത ജപമാല ചൊല്ലുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ കൊന്ത വേണമെന്നില്ല. അങ്ങനെ 9 വൃന്ദം മാലാഖമാരും കഴിഞ്ഞ് 10 ആകുമ്പോൾ സകല വൃന്ദം മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ കുക്കിങ്ങിനിടയിൽ എണ്ണം തെറ്റാതെ ജപമാല ചൊല്ലുന്നത്. വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു പോരുന്നത് കൊണ്ട് എനിക്കതൊരു ബുദ്ധിമുട്ടല്ല. ഞാനിത് പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ പേരൊക്കെ ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്, അവർക്കത് പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ കുറേ പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർക്കത് പറ്റുന്നില്ല, ഇങ്ങനെ ശ്രദ്ധയോടുകൂടി ചൊല്ലാൻ പറ്റുന്നില്ല, എണ്ണം തെറ്റിപ്പോകുന്നു എന്നൊക്കെ. ഞാനിത് ചെയ്തു പോകുന്നത് കൊണ്ടാണ് എനിക്കത് ബുദ്ധിമുട്ടായി തോന്നാത്തത്. അപ്പം നിങ്ങളും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യമൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നാം, പിന്നെ നിങ്ങൾ പതിയെ ആ ട്രാക്കിലേക്ക് വന്നുകൊള്ളൂ. ഇപ്പം മനസ്സിലായില്ലേ ഞാൻ എങ്ങനെയാണ് ഈ 4, 5, 6, ചില ദിവസം 10 ജപമാലയൊക്കെ ചൊല്ലുന്ന ദിവസമുണ്ട്. ഇങ്ങനെയാണ് ഞാൻ കൂടുതലും ജപമാലകൾ ചൊല്ലുന്നത്. കുക്കിംഗ് ടൈം എല്ലാം ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അതിനിടയിൽ നമുക്ക് ഫോണൊക്കെ വന്നാൽ ഞാൻ എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനത്തെ നമ്മുടെ അനുദിന കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നാലും ഫുഡ് ഉണ്ടാക്കുമ്പോൾ കൂടുതലും ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഫുഡ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ ചില ദിവസമൊക്കെ നമുക്ക് ഒത്തിരി ജപമാല ചൊല്ലാനായിട്ട് പറ്റും. അത് ഓരോ ദിവസത്തെയും തിരക്കനുസരിച്ചിരിക്കും. ചിലപ്പം 2, 3 ജപമാലയൊക്കെ മാത്രം ചൊല്ലിയിട്ടുള്ള ദിവസങ്ങളും ഉണ്ട്. പിന്നെ കരുണക്കൊന്ത എല്ലാ ദിവസവും ചൊല്ലാറുണ്ട്. പിന്നെ ഞാൻ എന്നും ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ്, നിങ്ങൾക്കറിയാം, പീഡാനുഭവ പ്രാർത്ഥന. അത് 1 വർഷത്തേക്ക് നിയോഗം വെച്ച് ചൊല്ലുന്നതാണ്. പീഡാനുഭവ പ്രാർത്ഥന ചൊല്ലി തുടങ്ങിയിട്ട് കുറച്ച് നാളുകളേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് ആ പ്രാർത്ഥനയ്ക്ക് പകരമായിട്ട് ഞാൻ നേരത്തെ ചൊല്ലിക്കൊണ്ടിരുന്നത് ചെറിയൊരു കുരിശിൻ്റെ വഴി പ്രാർത്ഥന എൻ്റെ കയ്യിലുണ്ട്. അതപ്പം ഞാൻ എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു. ഇപ്പോൾ കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചൊല്ലാറില്ല കേട്ടോ. അത് നോമ്പുകാലത്ത് മാത്രമാണ് ഞാൻ കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചൊല്ലിയുള്ളൂ. കാരണം ഈ പീഡാനുഭവ പ്രാർത്ഥന ഒരു കുരിശിൻ്റെ വഴി പ്രാർത്ഥന പോലെ തന്നെയാണല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ കുരിശിൻ്റെ വഴി ചൊല്ലാറില്ല. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് എൻ്റെ ഫ്രീ ടൈമിൽ 1 മണിക്കൂർ സൂമിൽ ജപമാല ചൊല്ലാനായിട്ട് കയറാറുണ്ട്. അതൊരു പ്രാർത്ഥനാ കൂട്ടായ്മയാണ്. ലോകം മുഴുവനും വേണ്ടി പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കുന്ന 1 മണിക്കൂറാണ്. നിങ്ങളെയൊക്കെ ആ സമയത്ത് ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾ എഴുതിയിടുന്ന നിയോഗങ്ങൾ പലതും ഞാൻ ആ ജപമാലയിലാണ്
പേര് പറയാതെ പല കാര്യങ്ങളും ഞാൻ ആ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന മണിക്കൂറിൽ നിയോഗം വെച്ച് നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. ലോകം മുഴുവനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന മണിക്കൂറാണ് ഞങ്ങൾ അത്. പിന്നെ എല്ലാ ദിവസവും കുറച്ച് സമയം ബൈബിള് വായിക്കാറുണ്ട്. വചനം വായിക്കുന്നതും വചനം പഠിക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബൈബിള് വായിക്കും. എന്നെ സ്പർശിക്കുന്ന വചനങ്ങളൊക്കെ ഞാൻ കുറിച്ചിടും. അങ്ങനെ ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചൊല്ലുന്ന പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ. പിന്നെ കുറച്ച് ചെറിയ ചെറിയ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. അത് ഈ കൊന്തയ്ക്കിടയിലൊക്കെ ചൊല്ലുന്നതാണ്. അതായത് ഞങ്ങളുടെ ഉച്ചയ്ക്കത്തെ കൊന്തയ്ക്കിടയിൽ 91-ാം സങ്കീർത്തനം, ഈശോയുടെ കുരിശിൻ്റെ സംരക്ഷണ പ്രാർത്ഥന, വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന, മറിയത്തിൻ്റെ സ്തോത്രഗീതം, യൗസപിതാവിനോടുള്ള ഭാഗ്യപ്പെട്ട മറിയൂസേപ്പെ എന്ന പ്രാർത്ഥന, എത്രേന്ത്യയുള്ള മാതാവ് എന്ന പ്രാർത്ഥന, അങ്ങനത്തെ കുറച്ച് കുഞ്ഞി പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. അതും അനുദിന ജീവിതത്തിൽ എന്നും ചൊല്ലുന്ന കുറച്ച് കുഞ്ഞി പ്രാർത്ഥനകളാണ്. അതുപോലെ സന്ധ്യാപ്രാർത്ഥനയ്ക്കൊക്കെ മരിച്ചവരുടെ പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്താണ് ഉൾപ്പെടുത്തുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ മനസ്സിൽ ഈശോയെ സ്തുതിച്ചുകൊണ്ട് നടക്കും. അതെനിക്കിഷ്ടമാണ്. ഈശോയെ സ്തുതിക്കും. പിന്നെ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് സുഹൃത ജപങ്ങളുണ്ട്. അത് ചെറുപ്പത്തിലെ എൻ്റെ വല്യമ്മച്ചി എനിക്ക് പറഞ്ഞു തന്ന് പഠിപ്പിച്ച സുഹൃത ജപമാണ് കേട്ടോ. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉരുവിട്ടുകൊണ്ട് നടക്കും. അതൊക്കെ നമ്മൾ ഡെയിലി ചെയ്തു പോരുന്ന ഒരു കാര്യമായതുകൊണ്ട് അറിയാതെ ഇടയ്ക്കിടയ്ക്ക് അത് മനസ്സിൽ വന്നോളും. ഈശോ മറിയം യൗസേപ്പേ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ആത്മാക്കളെ രക്ഷിക്കണമേ, ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. മറിയമേ ശരണമേ, മരണനേരത്ത് വരണമേ. മറിയമേ ശരണമേ, മരണനേരത്ത് വരണമേ. ഈ സുഹൃത്ത് ജപം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ചൊല്ലും, മറിയമേ ശരണമേ, മരണനേരത്ത് വരണമേ. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ. പിന്നെ യേശുനാമം ഉരുവിടും, യേശുവേ യേശുവേ യേശുവേ. ഇങ്ങനെ ഇതൊക്കെയാണ് എപ്പോഴും ചൊല്ലിക്കൊണ്ട് നടക്കുന്ന കുഞ്ഞു സുഹൃത്ത് ജപങ്ങൾ. പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ട്. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പാ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ചോദിക്കുന്നു, ഈശോയുടെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകി പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ. എനിക്കത് മാത്രം മതി. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഈ പ്രാർത്ഥന. ഇതും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചൊല്ലും. പ്രത്യേകിച്ച് ഞാൻ രാത്രി ഉറങ്ങാനായിട്ട് കിടന്നാൽ ഇത് ചൊല്ലിയാണ് അങ്ങ് കിടന്നുറങ്ങുന്നത്. അപ്പം യൗസപിതാവിൻ്റെ പിന്നെ പവിത്ര മേലങ്കി പ്രാർത്ഥന, അതെൻ്റെ അനുദിന പ്രാർത്ഥനയിലുള്ളതല്ല കേട്ടോ. അത് ഈ മെയ് 5-ാം തീയതി മുതൽ പ്രത്യേകമായിട്ട് ഞാനൊരു 6 നിയോഗത്തിന് വേണ്ടി ചൊല്ലിയതാണ് ഈ പ്രാർത്ഥന. യൗസപിതാവിൻ്റെ പവിത്ര മേലങ്കി പ്രാർത്ഥന അതെൻ്റെ അനുദിന പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടതല്ല. ഞാൻ ആദ്യം മുകളിൽ പറഞ്ഞ പ്രാർത്ഥനകളൊക്കെയാണ് എല്ലാ ദിവസവും ഉള്ള പ്രാർത്ഥനകൾ. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതിനൊക്കെ എങ്ങനെയാണ് എനിക്ക് സമയം കിട്ടുന്നതെന്ന് അല്ലേ? അത് ഞാൻ പറയാം. ഞാൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ഫാമിലിയൊക്കെ നാട്ടിലാണ്. വർഷത്തിലാണ് ഞാൻ നാട്ടിൽ പോകാറുള്ളത്. അപ്പം ഞാനിവിടെ ഒറ്റയ്ക്കായതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ടൈമൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് കിട്ടുന്നത്. അപ്പം നാട്ടിലാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ കാര്യം, കുഞ്ഞുങ്ങളുടെ കാര്യം, ഇതൊക്കെ നോക്കണം. അപ്പം നാട്ടിലാണ് എനിക്ക് ഇത്രയും സമയം പ്രാർത്ഥിക്കാനായിട്ട് പറ്റാറില്ല കേട്ടോ. ഇവിടെ ഡെയിലി ഒരു ടൈം ടേബിൾ അനുസരിച്ചാണല്ലോ ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ, ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി എനിക്കൊരു ഫ്രീ ടൈമൊക്കെ കിട്ടാറുണ്ട്. അത് കൃത്യം ആ സമയത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യും. പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ സമയം കണ്ടെത്തും. അപ്പോൾ എനിക്ക് ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ആ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതുകൊണ്ടൊക്കെയാണ് ഇതെല്ലാവർക്കും പോസിബിളായ ഒരു കാര്യമല്ല കേട്ടോ. ഞാനത് സമ്മതിച്ചു തരുന്നു. കാരണം നിങ്ങൾ ചിന്തിക്കും, എങ്ങനെയാണ് ഇത്രയും സമയം എനിക്ക് പ്രാർത്ഥിക്കാൻ കിട്ടുന്നത്? ഞാൻ പറഞ്ഞതുപോലെ ഞാനിവിടെ ഒറ്റയ്ക്കായതുകൊണ്ടും എനിക്കങ്ങനെ എൻ്റെ ജോലിയുടെ കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. എൻ്റെ ജോലി കഴിഞ്ഞാൽ എനിക്ക് ഫ്രീ ആണ്. പിന്നെ രാത്രി ഞാൻ കുറച്ച് താമസിച്ചാണ് കിടക്കുന്നത്. ഈ പ്രാർത്ഥനകളൊക്കെ എല്ലാം കഴിയാതെ ഞാൻ കിടക്കാറില്ല. പിന്നെ അങ്ങനെ നമുക്ക് എന്തെങ്കിലും സിക്കോ തീരെ വയ്യാതെ ഒക്കെ വരുമ്പോൾ മാത്രമാണ് പ്രാർത്ഥനയ്ക്കുള്ള എണ്ണം കുറയ്ക്കാറുള്ളൂ. പറ്റുന്നത്രയും ഞാൻ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ചൊല്ലിയിട്ടാണ് രാത്രിയിൽ ഉറങ്ങാറുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ പ്രയർ ലൈഫ് എന്നൊക്കെ പറയണം. പിന്നെ എനിക്ക് ഇവിടെ എന്നും ഡെയിലി കുർബാനയ്ക്ക് പോകാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ എന്നും ഇത്തിരി സമയം വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുള്ള ദിവ്യകാരുണ്യ ആരാധന ലൈവ് കൂടുന്നത്. ഈശോയെ ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും
പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുന്ന മനുഷ്യരായി മാറുവാനുള്ള കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.